നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾക്കിടയിൽ ജീവൻ കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ പാൻസ്പെർമിയ സിദ്ധാന്തത്തെക്കുറിച്ചും ഭൂമിയിലെ ജീവൻ ശുക്രനിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകളെക്കുറിച്ചും നമുക്ക് പരിശോധിക്കാം. പാൻസ്പെർമിയ സിദ്ധാന്തമനുസരിച്ച് ഛിന്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, മറ്റു വസ്തുക്കൾ എന്നിവയിലൂടെ ജീവൻ പ്രപഞ്ചത്തിൽ വ്യാപിക്കുന്നു. ഒരു ഗ്രഹത്തിൽ ജീവന്റെ ഘടകങ്ങൾ ഉടലെടുക്കുമ്പോൾ ഉൽക്കാശിലകൾ വഴി ഈ ജീവന്റെ വിത്തുകൾ മറ്റു ലോകങ്ങളിലേക്കെത്താം. വർഷങ്ങളായി ഭൂമിക്കും ചൊവ്വയ്ക്കുമിടയിൽ ഈ കൈമാറ്റം സംഭവിക്കുമോ എന്ന് ശാസ്ത്രജ്ഞർ ചർച്ച ചെയ്യുന്നു. എന്നാൽ ശുക്രന്റെ കട്ടിയുള്ള മേഘങ്ങളിൽ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം സംബന്ധിച്ച സമീപകാല വിവാദം ഈ ചർച്ചകൾക്ക് പുതിയ മാനം നൽകി. ശുക്രന്റെ മേഘങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള സാധ്യത ഭൂമി, ശുക്രൻ, ചൊവ്വ എന്നിവയ്ക്കിടയിലെ ഗ്രഹാന്തര കൈമാറ്റങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ഗവേഷകരെ പ്രേരിപ്പിച്ചു. ദ ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി അപ്ലൈഡ് ഫിസിക്സ് ലബോറട്ടറിയിലെ ഒരു സംഘം ഈ ആശയം വിശദമായി പഠിച്ചു. ഇതിനായി അവർ വീനസ് ലൈഫ് സമവാക്യം അഥവാ VLE എന്ന ചട്ടക്കൂട് ഉപയോഗിച്ചു. ഡ്രേക്ക് സമവാക്യം പോലെ VLE ജീവന്റെ സാധ്യതയെ പല ഘടകങ്ങളായി തിരിച്ച് അതിന്റെ സാധ്യത എത്രത്തോളമെന്ന് കണക്കാക്കുന്നു. ഇത് ഗണിതശാസ്ത്രപരമായി L=OXR(x)C എന്ന് രേഖപ്പെടുത്താം. നോം ഐസൻബെർഗും സംഘവും 2021 വികസിപ്പിച്ച VLE ചട്ടക്കൂട് ഉപയോഗിച്ചാണ് JHUAPLലെ ഗവേഷണ സംഘം പഠനം നടത്തിയത്. ഈ മാതൃകകൾ പ്രവചിക്കുന്നത് ഭൂമിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വസ്തുക്കൾ വഴി ശുക്രന്റെ മേഘങ്ങളിൽ നൂറ്റാണ്ടിൽ കുറഞ്ഞത് ഏതാനും ദിവസങ്ങളെങ്കിലും ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇവിടെ L എന്നത് നിലവിലുള്ള ജീവന്റെ സാധ്യതയാണ്. O എന്നത് ശുക്രനിൽ ജീവൻ ആരംഭിക്കുകയും നിലനിൽക്കുകയും ചെയ്യാനുള്ള സാധ്യത, ഒറിജിനേഷൻ. R എന്നത് ഒരു ബയോസ്ഫിയറിന് നിലനിൽക്കാനും മാറ്റങ്ങളെ ചെറുക്കാനുമുള്ള കഴിവ്, റോബസ്റ്റ്നെസ്. C എന്നത് വാസയോഗ്യമായ സാഹചര്യങ്ങൾ ഇന്നും നിലനിൽക്കാനുള്ള സാധ്യത, കണ്ടിന്യൂറ്റി എന്നിവയാണ്. ഗവേഷക സംഘം ആദ്യം ശ്രദ്ധിച്ചത് ഏത് ഉത്ഭവത്തിൽ നിന്നുള്ള ജൈവവസ്തുക്കൾക്കും ബഹിരാകാശത്തിലൂടെയുള്ള യാത്ര അതിജീവിക്കാൻ കഴിയുമോ എന്നതിലാണ്. ഒരു ആഘാതമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക്, താപം, ബഹിരാകാശത്തെ അത്യധികം താപനില, വികിരണം, വാക്വം എന്നിവയെല്ലാം അതിജീവിച്ചാൽ മാത്രമേ ജൈവവസ്തുക്കൾക്ക് നിലനിൽക്കാനാകൂ. എന്നാൽ കമ്പ്യൂട്ടർ മോഡലിംഗുകളും ഭൂമിയിൽ കണ്ടെത്തിയ ഉൽക്കാശിലകളെക്കുറിച്ചുള്ള പഠനങ്ങളും കാണിക്കുന്നത് ജൈവവസ്തുക്കൾക്ക് പുറന്തള്ളപ്പെടലും ഗ്രഹാന്തര കൈമാറ്റവും അതിജീവിക്കാൻ കഴിയുമെന്നാണ്. ശുക്രനിലെത്തുമ്പോൾ ഏതൊരു ജൈവവസ്തുവും നിലനിൽക്കണമെങ്കിൽ അത് മേഘങ്ങളിൽ അല്ലെങ്കിൽ അതിനു മുകളിൽ വ്യാപിക്കപ്പെടേണ്ടതുണ്ട്. തീഗോള ഉൽക്കാശിലകൾ, ബൊളായിഡുകൾ ശുക്രന്റെ അന്തരീക്ഷത്തിൽ എങ്ങനെ പെരുമാറും എന്നതിലാണ് സംഘം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അന്തരീക്ഷത്തിൽ ഉരുകിപ്പോകുക, പൊട്ടിത്തെറിക്കുക, മേഘങ്ങളിൽ ഒഴുകിനടക്കാൻ കഴിയുന്ന ശകലങ്ങളായി മാറുന്നതിനെല്ലാം അവർ കണക്കിലെടുത്തു. ഒരു ബൊളൈഡ് അന്തരീക്ഷത്തിൽ പൊട്ടിത്തെറിക്കുമ്പോൾ അത് തിരശ്ചീനമായി വ്യാപിക്കുന്ന ശകലങ്ങളുടെ ഒരു പാൻകേക്ക് രൂപീകരിക്കുന്നു. ഇതിനെ പാൻകേക്ക് മോഡൽ എന്നാണ് ഗവേഷകർ വിളിക്കുന്നത്. പാൻകേക്ക് മോഡലും മുൻ പഠനങ്ങളും ഉപയോഗിച്ച് ഭൂമിയിൽ നിന്നോ ചൊവ്വയിൽ നിന്നോ ശുക്രന്റെ മേഘങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ബൊളൈഡുകളുടെ ആകെ എണ്ണം സംഘം കണക്കാക്കി. നൂറുകണക്കിന് കോടിക്കണക്കിന് സെല്ലുകൾ ഭൂമിയിൽ നിന്ന് ശുക്രന്റെ മേഘങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്നവർ കണ്ടെത്തി. ഇതിൽ നൂറുകണക്കിന് കോടിക്കണക്കിന് എണ്ണം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അവരുടെ മാതൃകയുടെ ഏറ്റവും മികച്ച കണക്കനുസരിച്ച് ഓരോ ഭൂമി വർഷത്തിലും ഏകദേശം 100 ഫീറ്റ് സെല്ലുകൾ ശുക്രന്റെ മേഘങ്ങളിൽ വ്യാപിക്കുന്നു. കൂടാതെ കഴിഞ്ഞ 100 കോടി വർഷങ്ങളിൽ ഭൂമിയിൽ നിന്ന് 2000 കോടി സെല്ലുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കാം. പാൻസ്പെർമിയ സിദ്ധാന്തം ഭൂമിക്കും ശുക്രനും ഇടയിൽ സാധ്യമാണ് എന്ന് ഈ പഠനം തെളിയിക്കുന്നു. ഭാവിയിൽ ശുക്രന്റെ മേഘങ്ങളിൽ ജീവൻ കണ്ടെത്തിയാൽ അത് ഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ചതാകാനുള്ള സാധ്യതയുണ്ട്. ശാസ്ത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.